നമസ്കാരം. ഇവിടെ ആവേശം എന്ന് പറയപ്പെടുന്ന സിനിമയും ആ സിനിമയുമായി ബന്ധപ്പെട്ട് രംഗണ്ണൻ്റെ സഹായി ആയി നിൽക്കുന്ന അംബാനിയൊക്കെ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വാചകമുണ്ട്. അംബാനി ആകെ അലമ്പായല്ലോ എന്ന്. കാരണം അത്തരത്തിൽ അലമ്പാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. CPM നേതാക്കൾക്ക് ആണെങ്കിൽ മൗനവ്രതവും. ഇടതുമുന്നണിയിൽ മാത്രമല്ല, സ്വന്തം പാർട്ടിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനങ്ങളുടെ പെരുമഴക്കാലമാണ്. CPI ജില്ലാ കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശനം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മാറ്റണമെന്നും പുതിയ ടീമിനെ കൊണ്ടുവരണമെന്നുമൊക്കെ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവിൽ അടക്കം വലിയ ആവശ്യങ്ങളുയർന്നു. മുഖ്യമന്ത്രി മാറിയേ പറ്റുമെന്നാണ് അവരുടെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നും നവകേരള സദസ്സ് പോലുള്ള അനാവശ്യ പരിപാടികൾക്ക് സമയം കണ്ടെത്തേണ്ടതിന് പകരം ക്ഷേമ പെൻഷൻ എങ്ങനെ കൃത്യസമയത്ത് കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടതെന്നും CPM സംസ്ഥാന സമിതിയിലടക്കം ആക്ഷേപമുയർന്നു. വിമർശനങ്ങളുടെയും ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ പെരുമഴ നനഞ്ഞു നിൽക്കുന്ന പിണറായിക്ക് ചൂടാനൊരു കുട പോലും ആരും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പിണറായിയെ പാടെ തള്ളുകയാണ്. സാധാരണ മുഖ്യമന്ത്രിക്കെതിരെ ആര് തിരിഞ്ഞാലും ചാടി വീഴുന്ന AK ബാലനൊക്കെ മഴയത്ത് മാളത്തിലൊളിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. മുന്നണിയിലും പാർട്ടിയിലും പിണറായിയുടെ സ്ഥാനം ആടിത്തുടങ്ങി എന്നുള്ള കാര്യം ഇതിലൂടെ വ്യക്തമാണ്. ആട്ടത്തിന് ശക്തി കൂടുമോ അതോ കാറ്റ് മാറി വീശുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് എന്നുകൂടി പറയട്ടെ. കാലാവസ്ഥാ പ്രവചനക്കാരെ പോലെ മുഖ്യമന്ത്രി മുൻകൂട്ടി കണ്ടിരുന്നു പലതും. ത്രികാലജ്ഞാനിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് താൻ രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന പ്രതിപക്ഷത്തിനുള്ള മറുപടി എന്നുള്ള അർത്ഥത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കിയത്. അത് പാർട്ടിക്ക് നൽകുന്ന സൂചന കൂടിയായിരുന്നു. അടുത്ത കാലം വരെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിലോ സർക്കാരിലോ എന്തെങ്കിലും പറയുവാൻ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതറിയാം. ആകപ്പാടെ CPI ജില്ലാ നേതാക്കൾ മാത്രമാണ് ഉള്ള കാര്യം തുറന്നടിച്ച് പറഞ്ഞിരുന്നത്. അതിനിതാ മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ മാറ്റം വന്നു എന്നത് വളരെ നല്ല സൂചന കൂടിയാണ്. കാരണം CPM-ലും ചിലരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട്. CPM സംസ്ഥാന സമിതിയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങൾ അതിരുവിട്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസും മറ്റ് വിവാദങ്ങളും ആരും എടുത്തിട്ട് അലക്കിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എക്സാലോജിക്കിൻ്റെ മാസപ്പടി കേസിൽ ചൊവ്വാഴ്ച ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കുമെതിരെ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. കേസ് അന്വേഷണം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ കോൺഗ്രസിൻ്റെ മാത്യു കുഴൽനാട് നൽകിയ ഒരു അപ്പീലുണ്ടായിരുന്നല്ലോ. ആ അപ്പീൽ പരിഗണിച്ചാണ് കോടതി തീരുമാനമുണ്ടാക്കിയെടുത്തത്. എല്ലാം കൊണ്ടും മുഖ്യമന്ത്രിയുടെ ബെസ്റ്റ് സമയമാണിത്. ജനഹിതം മറന്ന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് മുഖ്യമന്ത്രി നടത്തിയ കാര്യങ്ങളാണ് ജനവികാരം എതിരാകാൻ കാരണം എന്ന് തന്നെയാണ് CPM-ലെ ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും ഇത് മനസ്സിലാകാൻ കഴിയും. മുഖ്യമന്ത്രി ഇപ്പോഴും അത് സമ്മതിച്ചു തരുന്നില്ല എന്ന് മാത്രം. അദ്ദേഹം ഇപ്പോഴും ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. അത് ശരിയല്ല. തൻ്റെ നിലപാടുകളിൽ സഹികെട്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മൾ നല്ല പോലെ തോറ്റിട്ട് ജയിച്ചെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കേണ്ടി വന്ന സാഹചര്യം കൂടി അതായിരുന്നു. പിണറായി വിജയന് ശേഷം പ്രളയമല്ലല്ലോ, പാർട്ടിക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതും ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുമുണ്ടോ എന്നും അതിനാൽ പാർട്ടിയുടെ ജനകീയ അടിത്തറ ശക്തമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നും പാർട്ടിക്ക് തോന്നുന്നു. അതിന് ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ, മാറ്റിയാണെങ്കിലും മാറ്റിയില്ലെങ്കിലും അത് ചെയ്യേണ്ടി വരും. അടുത്ത കൊല്ലം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കഴിഞ്ഞ തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയമുണ്ടല്ലോ, LDF ആണ് അത്തരത്തിൽ സ്വന്തമാക്കിയതും. കോവിഡ് മഹാമാരിയുടെ കാലത്ത് സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ആ വിശ്വാസത്തിനുള്ള സമ്മാനമായിരുന്നു അന്നത്തെ ജനവീതി എന്ന് പറയപ്പെടുന്നത്. 2019 പൊതു തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയ CPM-ഉം മുന്നണിയുമൊക്കെ 2021 99 സീറ്റുമായി വീണ്ടും അധികാരത്തിലേറിയത് എങ്ങനെയാണ്? സർക്കാർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ജനങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സ്വർണ്ണക്കടത്തും സ്പ്രിംഗ്ലറും ലൈഫ് മിഷൻ കോഴ തുടങ്ങിയിട്ടുള്ള വലിയ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ച് നിന്നപ്പോഴാണ് ഈ വലിയ വൻ വിജയം ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് കൂടി ഓർക്കുക. ജനങ്ങളെ അതൊന്നും ബാധിക്കാതിരിക്കുന്നതിന് കാരണം അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം തന്നെ സർക്കാർ ഭംഗിയായി നിർവഹിച്ചതുകൊണ്ടാണ് എന്നുള്ള ഒരു ചെറിയ വിശ്വാസം. പക്ഷേ രണ്ടാം ഊഴത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി കൂടുതൽ ശക്തനായി എന്ന് സ്വയം തോന്നി. പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ ആരും ശബ്ദിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ആദ്യ മന്ത്രിസഭയിൽ മികച്ച പ്രകടനം നടത്തിയ G സുധാകരൻ, KK ശൈലജ തുടങ്ങിയവരൊക്കെ വെട്ടിനിരത്തുവാനും പാർട്ടി അങ്ങനെ വെട്ടിനിരത്തിയപ്പോൾ പോലും പാർട്ടി ഒരക്ഷരം മിണ്ടിയില്ല. ധനകാര്യം മോശമല്ലാതെ തോമസ് ഐസക് കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവർക്കെല്ലാം പകരം പുതിയ ആളുകളെ കൊണ്ടുവന്നു വെച്ചു. അവർക്കാണെങ്കിലോ ഈ പാർലമെൻ്ററി രംഗത്ത് യാതൊരു തരത്തിലുള്ള ഒരു പരിചയവുമില്ലായിരുന്നു, മുൻപരിചയമില്ലാത്ത ആൾക്കാർ. അതിൻ്റെ പ്രതിഫലനം സർക്കാരിലുണ്ടായി. മുഖ്യമന്ത്രി എല്ലാത്തിലും ഇടപെട്ടു.
ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെ പോലും മറികടന്നാണ് ക്യാമറ ഇടപാട് നടന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയുടെ ബന്ധുവിനാണ് ആ കരാർ ലഭിച്ചത് പോലും. അതോടെ വിമർശനങ്ങൾ വാനോളമുയർന്നു. ക്യാബിനറ്റിലെ ഒരംഗം പോലും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കാൻ എത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. ആദ്യം പാർട്ടിയും കൈമലർത്തി. അതോടെ മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർ പിന്തുണ നൽകണമെന്ന പ്രസ്താവനയുമായി പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് മരുമകൻ രംഗത്തെത്തി. എന്നിട്ടും ആരും പ്രതികരിച്ചില്ല. സംഭവം കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടു കൂടിയാണ് പാർട്ടി മുഖ്യമന്ത്രിയെ പിന്തുണച്ചത് എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യവും. സാധാരണ ഈ CPM ഭരിക്കുമ്പോഴൊക്കെ മുഖ്യമന്ത്രിമാർക്ക് പാർട്ടിയിൽ നിന്നും നല്ല സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. പിണറായിക്ക് അതുണ്ടായില്ല എങ്കിലും അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തിയില്ല. വീണ വിജയൻ്റെ കേസ് വിവാദമായപ്പോൾ മുതൽ എന്തെല്ലാം രീതിയിൽ പ്രതിരോധിക്കാമോ അതെല്ലാം പാർട്ടി ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും മുഖ്യമന്ത്രി യാതൊരു പ്രതികരണവും നടത്തിയില്ല എന്നുള്ളതാണ്. അപ്പോഴും യുവ നേതാക്കളിൽ ഭൂരിപക്ഷവും മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയോ ചെയ്തില്ല. അവരെല്ലാം കടുത്ത അതൃപ്തരാണ് എന്നുള്ള കാര്യം ഈ പിണറായി വിജയൻ പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രിക്ക് അമിത പ്രാധാന്യം നൽകുന്നു എന്നുള്ള ആക്ഷേപം അത് ശക്തമാണ്. ഇത്തരത്തിൽ പുകഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന നിരവധി അസ്വസ്ഥതകളും അതൃപ്തികളും പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് CPM. അതുകൊണ്ട് പാർട്ടി ഈ സാഹചര്യം എങ്ങനെ നേരിടും എന്നത് വലിയ വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനെ അങ്ങനെയൊന്നും പുറത്താക്കാനാകില്ല. തനിക്ക് പകരക്കാരും ഇല്ലാത്ത അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ൽ ഇനി എന്ത് എന്നത് ഏവരിലും ആകാംക്ഷയും ഒപ്പം തന്നെ ആശങ്കയും നിറയ്ക്കുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും പോയാൽ പോരാ. കളിമാറി കളം മാറി ചവിട്ടേണ്ടിയിരിക്കുന്നു പിണറായിയും പിണറായിയുടെ സംഘവും. പക്ഷേ സമയം അതിക്രമിച്ചു പോയി. ഇത്രയുമൊക്കെ തോൽവി ഏറ്റുവാങ്ങിയിട്ടും ഇപ്പോഴും തോറ്റിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത് ആ പാർട്ടിയിൽ ഈ നയിക്കപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ വരെ, അതായത് പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹത്തിന് ഓശാന പാടിക്കൊണ്ട് നിന്ന, അദ്ദേഹത്തിന് ഓച്ചാനിച്ച് നിന്ന MV ഗോവിന്ദൻ വരെ മാറി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ തോറ്റു, നല്ല പോലെ തോറ്റു. എന്നിട്ട് തോറ്റില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് അദ്ദേഹത്തിന് വരെ ചോദിക്കാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും പിണറായി വിജയന് മൗനം. തോറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. തോൽവി ഏത് ജയമേത് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത പരുവത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയാണല്ലോ കേരളത്തിന് കിട്ടിയത് എന്ന് ആലോചിച്ച് ഈ പാർട്ടി മാത്രമല്ല കേരളത്തിലെ സകലമാന പേരും ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നുണ്ടാകാം ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ. ഒരൊറ്റ കാര്യമേ മുന്നിലുള്ളൂ. മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കുവാൻ, പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന സഖാവിനെതിരെ നടപടി എടുക്കുവാൻ പാർട്ടി തയ്യാറായേ പറ്റൂ. പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനമില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പാർട്ടി ചീഞ്ഞളിഞ്ഞ് നാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ആകെ അലമ്പായി മാറുന്നു ഈ CPM ഭരണം എന്ന് പറയേണ്ടിയിരിക്കുന്നത്.